പക്ഷെ ഏട്ടത്തിയുടെ സമാധാനത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമെങ്കിൽ അതിന് ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഇവരുടെ കല്യാണം നടക്കാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയാവുന്നതൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊരുമിച്ചൊരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ അത് തകർക്കാൻ ഞാൻ നിന്നിട്ടില്ല. ഇവരൊരുമിച്ച് ജീവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ മാത്രം ഏട്ടത്തിയുടെ മനസ്സിൽ വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അനാവശ്യം പറയരുത്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ലെങ്കിലും ഏട്ടത്തിയുടെ മനസ്സിലിരിപ്പ് അതാണെന്ന് മുഖം കണ്ടാൽ അറിയാം. ഇതെന്റെ കുത്തിത്തിരിപ്പാണെന്ന് ഏട്ടത്തി എത്ര പറഞ്ഞാലും അച്ഛൻ തീരുമാനിച്ചത് ഈ വീട്ടിൽ നടത്തുക തന്നെ ചെയ്യും. അതിനി ആരൊക്കെ എതിർത്താലും. ഞാനൊരു എതിർപ്പും പറഞ്ഞില്ല. നീ ഇവരെ അനുകൂലിക്കുന്നത് പോലെ തന്നെ നന്ദേട്ടനും സന്ദീപിനും ഇവരെ എതിർക്കാനുള്ള അവകാശമുണ്ട്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ ചടങ്ങ് ബഹിഷ്കരിക്കാനൊന്നും ഞാനില്ല. എന്റെ മക്കളെല്ലാവരും കൂടി സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് വിചാരിക്കുന്നത് ഒരു തെറ്റാണോ? നിങ്ങൾ പറയുന്ന പോലെ ഇവളെ ഇറക്കി വിടാനൊന്നും എനിക്ക് പറ്റില്ല. എന്റെ മോളല്ലേ ഇവൾ. നമ്മളെല്ലാവരും കൂടി ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഇവളെ ഏതെങ്കിലും വാടക വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ആരോടും ആജ്ഞാപിക്കാനോ അനുസരിപ്പിക്കാനോ ഒന്നും ഞാനില്ല. ഞാനിനി എത്ര കാലം ഉണ്ടാവും? അതുവരെ എന്റെ മോള് എന്നോടൊപ്പം ഉണ്ടാവണം. അത് ഈ അച്ഛന്റെ ആഗ്രഹമാണ്. സന്ദീപേ, ഇപ്പൊ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നീയോ? ഞാൻ നിന്റെ ഭാര്യ, ഈ വീട്ടിൽ വന്നു കയറിയവളാ. പക്ഷെ അച്ഛന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും. ഇവളെ ചവിട്ടി തള്ളിക്കളയാനൊന്നും പറ്റില്ല നമുക്ക്. ഇവള് നെല്ലിശ്ശേരിയിലെ ചോരയാ. ഈ നിൽക്കുന്ന അച്ഛന്റെ മോള്.